നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന യുദ്ധ സാഹചര്യം ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടത്. എന്നാൽ ആ ചർച്ചകൾക്കായി എത്തിയ അമേരിക്ക ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇറാൻ ഒരിക്കലും ട്രംപിന്റെ അടിമയല്ല. അതിനാൽ ട്രംപ് പറയുന്നതെന്തും തലയാട്ടി സമ്മതിക്കാൻ ഇറാന് സൗകര്യവുമില്ല എന്നതാണ് വാസ്തവം. അതിനാലാണ് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഇറാൻ US ചർച്ചകൾക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വക ഭീഷണികളെ തുടർന്ന് ഇറാൻ പ്രതിനിധികൾ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇത് സ്ഥിരീകരിക്കുകയാണ് ചർച്ചയിൽ ഇറാൻ സംഘത്തിന് നേതൃത്വം നൽകിയവരുടെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഖിർ ഹാരിം. വൈസ് പ്രസിഡന്റ് വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവുമായി നേരിട്ട് ഇറാൻ പ്രതിനിധികൾ ചർച്ച നടത്തിയതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. ചർച്ച 80 മിനിറ്റ് പിന്നിട്ട ശേഷമാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ വരുന്നത്. അതായത് ട്രംപിന്റെ വക അത്തരം പരാമർശങ്ങൾ എത്തിയത്. ഞാൻ വാൻസിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചർച്ചകൾക്കായി വന്നതാണ്. ഒപ്പിട്ട കരാറിലെ ആദ്യത്തെ വ്യവസ്ഥ തന്നെ പറയുന്നത് ഭീഷണികളോടോ നിർബന്ധിത നടപടികളോ പാടില്ല എന്നാണ്. എന്നിട്ടും ഇന്ന് നിങ്ങളുടെ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ കീഴിൽ ഞങ്ങൾ ചർച്ച നടത്തില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം ഞങ്ങൾ ചർച്ച അവസാനിപ്പിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ തിരികെ പോയില്ല. ഇക്കാര്യമാണ് അവർ പറഞ്ഞത്. അതുവരെ നടന്ന 80 മിനിറ്റ് നീണ്ട ചർച്ചകളുടെ ഫലമായിരുന്നു പാകിസ്ഥാൻ ഖത്തറും സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അമേരിക്കൻ പക്ഷം ഇടനിലക്കാർ വഴി മറ്റൊരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടു എങ്കിലും തങ്ങൾ അത് നിരസിക്കുകയായിരുന്നു. ഖത്തറും പാകിസ്ഥാനും ഇടനിലക്കാരായി ഞങ്ങളെ സമീപിച്ചിരുന്നു. അവരോട് സംസാരിക്കാമെന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ പക്ഷവുമായി നേരിട്ട് സംസാരിക്കില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി. കരാറിലെ വ്യവസ്ഥകൾക്കപ്പുറമുള്ള പ്രസ്താവനകളെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കില്ല എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ വ്യക്തമാക്കുന്നുണ്ട്. സംഭാഷണങ്ങളുടെ ഫലപ്രാപ്തി സമ്മതിച്ച വ്യവസ്ഥകളോടുള്ള പൂർണ്ണമായ പ്രതിബദ്ധതയും അവയുടെ കൃത്യമായ നടപ്പാക്കലിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾക്കു ശേഷം ഖലീഫാകും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും തിങ്കളാഴ്ച രാത്രി ഒമാനിലെത്തിയിരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഹുസൈനുമായി അവർ കൂടിക്കാഴ്ച നടത്തി. സമാധാന ശ്രമങ്ങൾ ചർച്ച ചെയ്യാനും ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാനും വേണ്ടിയാണ് ചർച്ചയെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രിക്കുമെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചായിരിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമുസ് വഴി ഇപ്പോൾ കപ്പൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ യുദ്ധത്തിന് മുൻപുള്ള തോതിൽ കപ്പലുകളുടെ എണ്ണം എത്തിയിട്ടില്ല എന്ന് നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ ഇടക്കാല ഉടമ്പടിയുടെ ഭാഗമായി ഇറാനിയൻ എണ്ണയുടെ ഉപരോധം US ഒഴിവാക്കുകയും ചെയ്തിരുന്നു.